എന്താ അച്ഛാ ഇത്? അച്ഛന്റെ ഷർട്ടിൽ മുഴുവൻ ചെളിയാണല്ലോ. ആരോടെങ്കിലും തത്വം പറഞ്ഞ് വഴക്കുണ്ടാക്കിയോ? രാക്ഷസൻ. എന്തുപറ്റി അച്ഛാ? ഇത്ര ദേഷ്യം വരാൻ എന്താ ഉണ്ടായേ? ഇതൊക്കെ ദേഷ്യമാണെങ്കിൽ നീ അവനെ കണ്ട എന്തായിരിക്കും അവസ്ഥ? ആരാച്ചാ? ഏതോ ഒരു മഹേന്ദ്രൻ. കാര്യം എന്താ അച്ഛാ? ഒരു മനുഷ്യനെ ഇങ്ങനെ കൊല്ലാൻ ഓടിക്കാമോ? അവൻ ഒരിക്കലും നന്നാവില്ല. അങ്ങനൊന്നും പറയില്ലേ അച്ഛാ. പ്രശ്നം എന്തോ ആയിക്കോട്ടെ. ദൈവത്തിന് പോലും ദേഷ്യം വന്ന രുദ്രതാണ്ഡവം ആടില്ലേ? നാ വടക്ക്. അവനെയാണോ ദൈവമായിട്ട് കമ്പയർ ചെയ്യുന്നേ? പക്ഷെ ഒരു കാര്യം, വാളെടുത്തവൻ വാളുകൊണ്ട് തന്നെ ചാവും. അത് വിട്ടേക്കച്ചാ. വെറുതെ എന്തിനാ ഒരാളെ ശപിക്കുന്നത്? എന്റെ മനസ്സിന് ഒരു സമാധാനവും ഇല്ല. വല്ലാണ്ട് പേടിയാവുക. എത്രയും പെട്ടെന്ന് ഈ നാട് വിട്ടു പോണം. ഏട്ടാ വെള്ളം. എടാ മോഹന, നിക്കടാ അവിടെ. നിനക്ക് ഇത്രയും ദേഷ്യം വരാൻ മാത്രം ഇവിടെ എന്താടാ സംഭവിച്ചത്? എന്താ സംഭവിച്ചെന്നോ? ഇതിൽ കൂടുതൽ ഇനി എന്താ സംഭവിക്കേണ്ടത്? പ്രകാശൻ മരിച്ചുപോയി. ഒരു ബാധ ഒഴിഞ്ഞതിൽ സന്തോഷിക്കല്ലേ വേണ്ടേ? നീ എന്തിനാ വിഷമിക്കുന്നേ? ഒരു ജീവന അമ്മേ പോയത്. അപ്പൊ ഇവിടെ എന്താ ജീവൻ നഷ്ടപ്പെട്ടില്ലേ? സ്വന്തം മക്കളെ പോലെ വളർത്തിയ മിണ്ടാപ്രാണികളെ വിഷം വെച്ച് കൊന്നു കളഞ്ഞില്ലേ? എന്റെ ശരീരം എല്ലാം തരിച്ചു കയറുവാടാ. അതല്ല വിട്. അവൻ തന്നെത്താനെ ഓടി വണ്ടി ഇടിച്ചു ചത്തേന് നമ്മളിപ്പോ എന്ത് ചെയ്യാൻ പറ്റും? അവൻ വണ്ടി ഇടിച്ച് ചത്തില്ലെങ്കിൽ യവൻ വെട്ടിക്കൊന്നേനെ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ദേഷ്യം പിടിച്ച് വെട്ടിക്കൊന്ന പിന്നെ എന്താ സംഭവിക്കുക? കൊലയാളി എന്ന പേരും ജയിലും മാത്രം ബാക്കിയാവും. ഇത് 10 പേർക്ക് ജീവിതം കൊടുത്ത കുടുംബമാടാ. ഈ വീട്ടിൽ കയറി വന്ന് ഒരുത്തനൊരു ജീവൻ ഇല്ലാതാക്കിയിട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്റെ കൊച്ചുമോൻ അത് കണ്ട് ചുമ്മാതിരിക്കണോ? മുത്തശ്ശി അവന് വേണ്ടി വക്കാലത്ത് പറയുന്നുണ്ടല്ലോ. അവൻ ജയിലിൽ പോയി കഴിഞ്ഞാൽ മുത്തശ്ശിക്ക് സമാധാനമായിട്ട് മുറുക്കാൻ പറ്റുമോ? അവൻ എന്റെ കുഞ്ഞാണെന്നും അവൻ എന്റെ അനിയനാണെന്നും നീ എപ്പോഴും പറയുമല്ലോ. അവനെ ജയിലിലേക്ക് അയച്ചിട്ട് നിനക്ക് ഒരു നേരത്തെ ആഹാരം സമാധാനത്തിൽ കഴിക്കാൻ പറ്റുമോ? അവനില്ലാതെ ഈ വീട്ടിൽ ആർക്കെങ്കിലും സമാധാനം ഉണ്ടാവോ? എന്റെ ദേഷ്യത്തിന് നിങ്ങൾ കുറ്റം പറയാറുണ്ടല്ലോ. അവന്റെ ദേഷ്യത്തെ ആദ്യം അടക്കി നിർത്താൻ പറ. ഇല്ലെങ്കിൽ ഓരോരുത്തരായിട്ട് കയ്യിൽ വടിവാളെടുത്ത് ആ വീട്ടിലുള്ള എല്ലാവരെയും ഓരോരുത്തരായിട്ട് വെട്ടിക്കൊന്നിട്ട് നേരെ ജയിലിലോട്ട് പോയി ഇരുമടിയണം. അങ്ങനെ പോകേണ്ടി വന്നാ പോകും, അത്ര തന്നെ. പോകേണ്ടി വന്നാ പോകും, അത്ര തന്നെ. ഇതിനകത്തും ഉണ്ടായിരുന്നോ? മുത്തശ്ശി ഒന്നും മിണ്ടായിരുന്നേ. ചേട്ടാ, എന്താ? ഇനി മുതല് ഞാൻ വടിവാളെടുക്കില്ലേട്ടാ. നീ അതൊക്കെ പറയും. നിനക്ക് നിന്റെ ദേഷ്യം അടക്കാൻ പറ്റില്ല. ഇനി മുതല് സത്യമായിട്ടും ഞാൻ വടിവാളെടുക്കില്ലേട്ടാ. അയ്യോ, എടുത്ത് ചാടി സത്യവും ചെയ്തു കൊടുത്തല്ലോ. ഒന്നും മിണ്ടായിരിക്കാൻ പാടില്ല. നമ്മളൊന്ന് ക്ഷമിച്ചു കൊടുത്താൽ ഒന്നും നഷ്ടപ്പെടത്തില്ല. മനസ്സിലായോ? അതെന്താ നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലേ? ചെറിയച്ഛനും ഇതുവരെ ഒന്നും കഴിച്ചിട്ടില്ല. ചെറിയച്ഛൻ കഴിച്ചില്ലെങ്കിൽ നിങ്ങൾ ആരും ഒന്നും കഴിക്കില്ലെന്നാണ്. ചെല്ല് പോയി കഴിക്കും. ചെല്ല്. എന്തുവാടാ ഇനി നിങ്ങളെയൊക്കെ പ്രത്യേകം ക്ഷണിക്കണോ? കേറി വാടാ. മുതലാളി എപ്പോ വിളിക്കുമെന്ന് ഓർത്ത് കാത്തു നിൽക്കുമായിരുന്നു. അതിനെന്തിനാ ഇത്ര ദേഷ്യം? മുതലാളി എപ്പോ വിളിക്കുന്നോർത്ത് കാത്തിരിക്കായിരുന്നു. അതിനെന്തിനാട്ടെ ഇത്ര ദേഷ്യം? ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവന്മാർ ഓരോരുത്തരായിട്ട് പങ്കിട്ടെടുത്തോണ്ട് പോവാണല്ലോ. പ്രകാശ, നീ സ്വന്തം അച്ഛനെ കൊണ്ട് തന്നെ കൊള്ളി വെപ്പിച്ചല്ലോടാ. മഹേന്ദ്ര, കണ്ട് സന്തോഷിക്കടാ. ഒരു കാളയുടെ ജീവന് പകരായിട്ട് എന്റെ അനിയന്റെ ജീവൻ എടുത്തില്ലടാ. ഇതിന് നീ അനുഭവിക്കടാ. അച്ഛാ, ഞാനൊരു കാര്യം പറയാം. ഇനി എന്നെ കരു തൂക്കിക്കൊന്ന അച്ഛന്റെ ഈ കൈ കൊണ്ട് തന്നെ എനിക്ക് കൊള്ളി വെക്കണം. അവനെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരെ ഇനി എന്താ ചെയ്യാൻ പോകുന്നത്? ഈ നാട് വിട്ടു പോയിട്ട് ഇവരെങ്കിലും രക്ഷിക്കച്ചാ. ഇല്ലെങ്കിൽ അച്ഛന്റെ കൈ കൊണ്ട് ഇവരെ കൊള്ളി വെക്കേണ്ടി വരും. ഇവര് അച്ഛന്റെ കൈ കൊണ്ട് തന്നെ കൊള്ളി വെപ്പിക്കും അച്ഛാ. മഹേന്ദ്ര, എനിക്ക് നല്ല പേടിയുണ്ട്. പിന്നെയും തുടങ്ങിയോ? അല്ല മഹി, മണിക്കൂറിന് സംഭവിച്ച പോലെ നിനക്കെന്തെങ്കിലും സംഭവിച്ചാ? എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ലടി. എന്റെ അച്ഛനും പറഞ്ഞതാ. എന്താണ് നിന്റെ അച്ഛൻ പറയുന്നത്? വാളെടുത്തവൻ വാളുകൊണ്ട് തന്നെ ചാവൂന്ന്. ചുറ്റി എടുക്കുന്നവൻ ചുറ്റി വീണാണോ മരിക്കുന്നത്? മഹേന്ദ്ര, ചുമ്മാ വരുന്നൊക്കെ കേട്ടോണ്ട് വന്നിട്ട്. ഇവിടെ നോക്കിയേ, വെറുതെ ഓരോന്നും പറഞ്ഞോണ്ടിരുന്നാണ്ടല്ലോ.
ടണൽ വരുക എന്നെ കാണാതാവും. അങ്ങനൊന്നും ഞാൻ വിടില്ല. ആഹാ, ഉഹും. എന്നാ ഞാൻ പോവാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും താ. ഉം. അച്ഛാ 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 അച്ഛൻ എവിടെ അച്ഛാ? അയ്യോ അച്ഛാ 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 അച്ഛൻ എന്ത് പറ്റി അച്ഛാ? അച്ഛാ മഹേന്ദ്രനെ കുത്തിയടാ. അച്ഛൻ എന്തായി പറയുന്നേ? മഹേന്ദ്രനെ കുത്തിട്ട് ഓടിയടാ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ, എന്റെ അച്ഛനെ രക്ഷിക്കണേ. മഹേന്ദ്രനെ കുത്തിട്ട് ഓടിയടാ. അയ്യോ മുതലാളി, എന്താ പറ്റിയത്? മുതലാളി, മഹേന്ദ്രനെ കുത്തിയടാ. വണ്ടി എടുക്കടാ, ആശുപത്രി പോ. ശരി മുതലാളി, ആശുപത്രി പോണ്ട. മുതലാളി, എന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ട് പോ. മുതലാളി, ഇത് മുതലാളി. മഹേന്ദ്രൻ ഓടിക്കളഞ്ഞു. ഇനി നമ്മൾ തമ്മിൽ വഴക്ക് വേണ്ട, എല്ലാം സംസാരിച്ച് തീർക്കാന്ന് പറഞ്ഞ അമ്പലത്തിലേക്ക് വിളിപ്പിച്ചു. ഞാനത് വിശ്വസിച്ചു പോയി. മഹേന്ദ്രൻ അവനെ എന്നെ കുത്തിയത്, അവൻ എന്നെ ചതിച്ചു. മഹേന്ദ്രന അച്ഛാ 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 എന്താ എന്തായി പറയുന്നത്? മഹേന്ദ്രനോ? അവനിവിടെ വീട്ടിലുണ്ടല്ലോ, പിന്നെ എങ്ങനെ അവൻ കൊല്ലുന്നേ? വാ കാണിച്ചുതരാം. മഹേന്ദ്ര, മഹേന്ദ്ര, മഹേന്ദ്രൻ വീട്ടിൽ വന്നാ സ്റ്റേഷനിൽ ഒന്ന് സറണ്ടർ ആവാൻ പറ. ഭഗവാനേ, മുത്തശ്ശി ചെറിയച്ഛൻ എവിടെ? വേറെ എന്തെങ്കിലും വഴിയുണ്ടോ വക്കീലേ? ആ സമയം ഇദ്ദേഹം എവിടെയാണെന്ന് അറിഞ്ഞേ പറ്റൂ സർ. കേസ് സ്ട്രോങ് ആണ്, അല്ലാതെ അദ്ദേഹത്തെ രക്ഷിക്കാനാവില്ല സർ. പ്രകാശൻ കൊടുത്ത മരണമൊഴി പ്രകാരം ഒളിവിൽ കഴിയുകയായിരുന്ന മഹേന്ദ്രൻ എന്ന ഈ വ്യക്തിയെ പോലീസുകാർ ഓടിച്ചിട്ട് പിടിച്ച് അറസ്റ്റ് ചെയ്തതിനു ശേഷം ഫയൽ ചെയ്ത FIR വെച്ച് നോക്കുമ്പോൾ മഹേന്ദ്രനാണ് പ്രകാശനെ കരുതിക്കൂട്ടി കൊല ചെയ്തതെന്ന് വ്യക്തമായി തെളിയിക്കപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ മഹേന്ദ്രന് പരമാവധി ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ താഴ്മയായി അപേക്ഷിക്കുന്നു. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. കോടതി വിധി കൽപ്പിക്കും മുമ്പ് ഈ കേസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? സർ, കുറ്റം ആരോപിക്കപ്പെട്ട വ്യക്തിക്കായി ഒരു പ്രധാന സാക്ഷിയെ വിസ്തരിക്കുവാൻ ഈ കോടതി അനുമതി നൽകിയിരിക്കുന്നു. യു മേ പ്രൊസീഡ്. ആരാ ഏട്ടാ ഈ പെണ്ണ്? ഞാൻ പറയുന്നതെല്ലാം സത്യമാണ്. ഈ കൊല ചെയ്തത് മഹേന്ദ്രനല്ല. അന്ന് രാത്രി ഞാൻ മഹേന്ദ്രന്റെ കൂടെ ആയിരുന്നു. താലി കെട്ടിയിട്ടില്ലെങ്കിലും അദ്ദേഹമാണ് എന്റെ ഭർത്താവ്. പെട്ടെന്ന് വന്ന് രാത്രി മുഴുവനും ഇയാളുടെ കൂടെയാണെന്ന് പറഞ്ഞല്ലോ. ശരി, എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു? ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ എന്താണോ നടക്കുന്നത് അത് തന്നെയാണ് നടന്നത്. മോളെ, പ്രായപൂർത്തിയായ പെൺകുട്ടിയല്ലേ നീ? കല്യാണത്തിന് മുമ്പ് തന്നെ ഇയാളുമായി ദാമ്പത്യ ബന്ധം പുലർത്തിയെന്ന് ധൈര്യത്തിൽ പറഞ്ഞല്ലോ നീ. ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് തന്നെയാണോ പറയുന്നത്? ഞാൻ നടന്ന കാര്യമാണ് പറഞ്ഞത്. ചിലപ്പോ നിങ്ങളെ മെഡിക്കൽ ചെക്കപ്പിന് കൊണ്ടുപോകേണ്ടി വരും. തയ്യാറാണല്ലോ? ഞാൻ എല്ലാത്തിനും തയ്യാറായി വന്നിരിക്കുന്നത്. സംഭവം നടന്ന സമയത്ത് മഹേന്ദ്രൻ ഗായത്രിയുടെ ഒപ്പം ഉണ്ടായിരുന്നു എന്നത് ഈ കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു.
അതുകൊണ്ട് മഹേന്ദ്രൻ നിരപരാധി എന്ന് തെളിഞ്ഞതിനാൽ ഈ കോടതി അദ്ദേഹത്തെ വെറുതെ വിടുന്നു. അച്ഛാ, ഇനി ഒരിക്കലും നീ എന്നെ അങ്ങനെ വിളിക്കരുത്. നീ ആ രാക്ഷസനെ രക്ഷിച്ചുകൊണ്ട് എന്നെയാ കൊന്നുകളഞ്ഞത്. അച്ഛാ, വേണ്ട മോനെ, ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോകരുത്. പറയല്ലേടാ കേറ്, വണ്ടി കേറ്. ഭഗവാനെ. അച്ഛാ, അകത്തേക്ക് വാ. അകത്തേക്ക് വാ മോളെ. ആ, എല്ലാരും കേറി വാ വാ, വന്ന് ഭക്ഷണം കഴിക്കേ. എന്റെ അമ്മേ, ഇനി ഇവിടെ ഇറച്ചിയും മീനൊന്നും ഉണ്ടാവില്ല. സാമ്പാറും ചോറും ഇനി തന്നെ. ഈ വീട്ടില് മീനും ഇറച്ചി ഒന്നുമില്ല, പച്ചക്കറി മാത്രമേ ഉള്ളൂ. ഈ കിളവിയെ കൊണ്ട് തോറ്റു. ഉറങ്ങുമ്പോ ഒരു കല്ലെടുത്ത് തലയിലിടണം. ദാ, ആരുടെ തലയിലാടാ നീ കല്ലെടുത്തിടാൻ പോന്നെ? ഇനി ഇതുപോലുള്ള കാര്യങ്ങളെങ്ങാനും ആലോചിച്ചാ വെറ്റിലടിക്കുന്ന കല്ലില് പാക്കായിരിക്കൂല ഇടാൻ പോകുന്നത്. പോടാ.